കുമളിയിൽ നിന്ന് ഗൂഡല്ലൂരിലെ മുന്തിരിത്തോട്ടങ്ങൾ തേടി ഒരു യാത്ര. മഴ അല്പം വില്ലനായെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാനായി സാധിച്ചു. വാഹനങ്ങളുടെ വലിയ തിരക്ക് തന്നെ കുമളി മുതൽ തമിഴ്നാട് പാതയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. ചുരങ്ങൾ ഒക്കെ ഇറങ്ങി ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മഴ ഇടയ്ക്ക് ശക്തമായി പെയ്തുകൊണ്ടുവരുന്നു. അപ്പോൾ ഇടയ്ക്കുള്ള ചില കാഴ്ചകൾ കാണുന്നതിനായി ഞങ്ങൾ പുറത്തിറങ്ങി. തമിഴ്നാട്ടിൽ നിന്നുള്ള പലതരം വാഹനങ്ങൾ കടന്നു വരുന്നത് കാണാൻ കഴിഞ്ഞു. ചരക്ക് വാഹനങ്ങളും യാത്രാ വാഹനങ്ങളും എല്ലാം ഈ വഴിയിലൂടെ തന്നെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് ഒരു അന്തർ സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ബാഹുല്യം വളരെ കൂടുതലായുണ്ട്. തമിഴ്നാടും കേരളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇത്. കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാതാവായ ജോൺ പെനിക്വിക്കിൻ്റെ സ്മാരകത്തിലും ചെല്ലാൻ ഞങ്ങൾക്ക് സാധിച്ചു. വളരെ മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും ചുറ്റും നല്ല ഗാർഡനും മികച്ച രീതിയിലുള്ള സംരക്ഷണവും ഒക്കെയുള്ള ഒരു നല്ല സംവിധാനമാണ് തമിഴ്നാട് സർക്കാർ ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്ന പൂക്കളും എല്ലാം സഞ്ചാരികളുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്നതാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിവിധ ചിത്രങ്ങളും അതിൻ്റെ ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളുണ്ട്. നല്ല രീതിയിൽ പൂക്കൾ വളർത്തിക്കൊണ്ട് ഇവിടെ സഞ്ചാരികൾക്ക് സന്തോഷം നൽകുന്ന ഒരു ഇടമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഗൂഡല്ലൂരിലുള്ള മുന്തിരിത്തോട്ടങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നല്ല റോഡുകളാണ് തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. താമസിയാതെ ഞങ്ങൾ ഗൂഡല്ലൂരിലെ മുന്തിരിത്തോട്ടത്തിൽ എത്തി. നല്ല രീതിയിൽ പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്തിരി കൃഷിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ആളുകൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ മുന്തിരി കൃഷി ചെയ്യുന്നതായി അറിയാൻ കഴിഞ്ഞു. വളരെ മനോഹരമായ ഈ മുന്തിരിത്തോട്ടം കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. ഈ മുന്തിരിത്തോട്ടത്തിൽ ഒത്തിരി ഫോട്ടോ എടുത്തും കളികൾ പറഞ്ഞും ചായ കുടിച്ചും എല്ലാവരും സന്തോഷം പങ്കിട്ടു. വളരെ നല്ല ചായയാണ്. കാരണം പാലും പഞ്ചസാരയും എല്ലാം കടുപ്പും എല്ലാം നല്ല രീതിയിലുള്ള നല്ല ചായ, നല്ല ഭക്ഷണവും എല്ലാം ലഭിക്കുന്ന നല്ലൊരു ഹോട്ടലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചെറുകടികളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ നല്ല ഭക്ഷണമാണ് നമുക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലഭിക്കുന്നത്. വൈകുന്നേരം 7 മണിയോടുകൂടി തിരികെ ചുരം കയറി കുമളിയിലേക്കുള്ള യാത്രയിലായിരുന്നു. തിരിച്ചു വരുമ്പോൾ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുമളി തേനി പാത